network of bones and cartilage. Total നമ്മുടെ ബോഡിയിൽ 206 ബോൺസ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് കാർട്ടിലേജസും പ്രസന്റ് ആണ്. ഈ ബോൺസ് അതിന്റെ മാട്രിക്സ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് കാൽഷ്യം അയൺസ്. പക്ഷെ കാർട്ടിലേജിന് അതിന്റെ മാട്രിക്സ് എന്ന് പറയുന്നത് ലിറ്റിൽ പ്ലയബിൾ ആണ് ബിക്കോസ് ഓഫ് ദി കോൺട്രാക്റ്റിംഗ് സോൾട്ട്. കോൺട്രാക്റ്റിംഗ് സോൾട്ട് ആണ് അതിൽ കാണുക. ഇത് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് പറയാത്തത്. ഈ കാർട്ടിലേജ് എന്താന്ന് പറഞ്ഞു, പ്ലയബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റവും അതേപോലെ തന്നെ അപ്പെൻഡിക്കുലർ skeletal system. So the human skeletal system is of two types, axial skeleton and appendicular skeleton. ഈ axial skeletonൽ ടോട്ടൽ 80 ബോൺസ് ആണ് ഉണ്ടാവുക. appendicular skeletonൽ ടോട്ടൽ 126 ബോൺസ് ആണ് കാണുന്നത്. skeletal system ഇത് നോക്കി നോക്കൂ. axial skeleton എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ആക്സിസ് അവിടെ കാണുന്ന സ്കെലിറ്റനെയാണ് എന്തെന്ന് പറയാം, ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയും. ഈ ബ്ലൂ കളറിൽ കാണുന്നത് നമ്മുടെ സ്കള്ള്, വെർട്ടിബ്രൽ കോളം, റിബ്സ്, അതേപോലെ തന്നെ ഈ ഒരു സെൻട്രൽ റീജിയൻ ഇതൊക്കെ കൂടി ചേർന്നതാണ് ഇത് നമ്മുടെ ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ആക്സിയൽ സ്കെലിറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി ബോൺസ് ഓഫ് ഹെഡ്, വെർട്ടിബ്രൽ കോളം, സ്റ്റേർണം ആൻഡ് റിബ്സ്. സ്റ്റേർണം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രലിൽ കാണുന്ന ഈ ഒരു സെൻട്രൽ റീജിയനിൽ കാണുന്ന ബോണിനെയാണ് സ്റ്റേർണം എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്താ പറയാ, ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയും. ഇനി അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ അപ്പോൾ എന്തായിരിക്കും, നമ്മുടെ ലിംസിലേക്ക്, അതേപോലെ തന്നെ രണ്ട് ലിംസ് ഉണ്ടല്ലോ, ആ ലിംസിലേക്ക് വരുന്ന ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുക, അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുക. അതിൽ ടോട്ടൽ 126 ബോൺസ് ആണുള്ളത്. ആൻഡ് ദിസ് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് the bones of forelimbs, the bones of hind limbs, pectoral girdle and pelvic girdle. ഇത്രയും ചേർന്നതാണ് ഇത് അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ബോൺസ് ഓഫ് ഹെഡ്. ഹെഡിലെ ബോൺസ് ആണ്. ടോട്ടൽ നമ്മുടെ ഹെഡിൽ 29 ബോൺസ് ആണ് കാണുന്നത്. ഓക്കെ, ടോട്ടൽ 29 ബോൺസ് ആണ് ഹെഡിലുള്ളത്. അതിൽ സ്കള്ള് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഹയോയിഡ് വരുന്നുണ്ട്, ഇയർ ഓസിക്കിൾസ് വരുന്നുണ്ട്. സ്കൾ എന്ന് പറയുമ്പോൾ സ്കളിൽ ടോട്ടൽ 22 ബോൺസ് ഉണ്ട്. നമ്മുടെ സ്കളിൽ മാത്രമായിട്ട് ടോട്ടൽ 22 ബോൺസ് ഉണ്ട്. ഒരു ഹയോയിഡ് ബോൺ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇയർ ഓസിക്കിൾസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, ഇയർ ഓസിക്കിൾസ് ഏതൊക്കെയാ, മാലിയസ്, ഇൻക, സ്റ്റേപ്പസ്. നമ്മുടെ ഇയറിൽ കാണുന്നതാണ് ഇയർ ഓസിക്കിൾസ് എന്ന് പറയുന്നത്. രണ്ട് ഇയറിൽ കൂടിയായിട്ട് ടോട്ടൽ 6 ഉണ്ടായിരിക്കും അല്ലെ. ഇയർ ഓസിക്കിൾസ് നമ്മൾ കൂട്ടുമ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും, 6 ബോൺസ് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞു സ്കളിൽ ടോട്ടൽ 22 ബോൺസ് ആണ് ഉണ്ടായിരിക്കുക. ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ബോൺസ് ഉണ്ടായിരിക്കും. സ്കളിലെ ബോൺസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ക്രാനിയൽ ബോൺസും മറ്റേത് ഫേഷ്യൽ ബോൺസ് ആണ്. ക്രാനിയൽ ബോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കളിൽ ഉണ്ടായിട്ടുള്ള ബോണിനെയാണ് ക്രാനിയൽ ബോൺസ് എന്ന് പറയും. ഫേസ് റീജിയനിൽ കാണുന്ന ബോൺസിനെയാണ് ഫേഷ്യൽ ബോൺസ് എന്ന് പറയും. ഇതിൽ സ്കളിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രാനിയൽ ബോൺസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 ക്രാനിയൽ ബോൺസ് ആണുള്ളത്. ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ഫ്രോണ്ടൽ ആണ്, അതായത് നമ്മുടെ ഈ ഒരു റീജിയനിൽ കാണുന്ന ഈ ഭാഗത്ത് കാണുന്നതാണ് ഇത് ഫ്രോണ്ടൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് പാരൈറ്റൽ ബോൺസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് റീജിയൻസിലായിട്ട് രണ്ട് പാരൈറ്റൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ താഴെയായിട്ട് രണ്ട് ടെമ്പോറൽ ഉണ്ടായിരിക്കും. ഒരു ഓക്സിപിറ്റൽ ഉണ്ട്, സ്ഫീനോയിഡ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എത്മോയിഡ് ഉണ്ട്. ഇത്രയും ബോൺസ് ചേർന്നതാണ് ഇത് ക്രാനിയൽ ബോൺസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഫേഷ്യൽ ബോൺസിലെ ടോട്ടൽ 14 ബോൺസ് ആണ് വരുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് നേസൽ ബോൺസ്. നേസലിൽ 2 ഉണ്ട്, മാക്സിലെ 2 ഉണ്ട്, സൈഗോമാറ്റിക്സ് 2 ഉണ്ട്, ലാക്രിമൽ ഉണ്ട് 2, പാലറ്റൈൻസ്. പാലറ്റൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണയുടെ മുകളിൽ കാണുന്ന ആ റീജിയൻ ഉണ്ടല്ലോ, അതിനെയാണ് പാലറ്റൈൻസ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ട് 2. പിന്നെ ഇൻഫീരിയർ നേസലില് ഇതേപോലെ ഒരു 2 ബോൺസ് ഉണ്ട്. മാൻറ്റിബിളിൽ 1 ഉണ്ട്, വോമർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോൺ ഉണ്ട്. ഇത്രയും ചേർന്നതാണ് ഫേഷ്യൽ ബോൺസ് എന്ന് പറയുന്നത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ബോൺസ് ഏതൊക്കെയാണെന്നൊന്നും പഠിക്കാനൊന്നുമില്ല. ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിയുന്നത് ക്രേനിയൽ ബോൺസ് എത്ര എണ്ണമാണുള്ളത്, ഫേഷ്യൽ ബോൺസ് എത്ര എണ്ണമാണുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, സ്കളിലുള്ള ബോൺസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞു ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോൺ ഉണ്ട്, ദാറ്റ് ഇസ് ഹയോയിഡ് ബോൺ. അതായത് നമ്മളുടെ ഈ ഒരു റീജിയനിൽ കാണുന്ന യു ഷേപ്ഡ് ആയിട്ട് കാണുന്ന ഈ ഒരു ബോണിനെയാണ് ഇതെന്ന് പറയാ, ഹയോയിഡ് ബോൺ പറയാ. ദാറ്റ് ഇസ് എ യു ഷേപ്ഡ് ബോൺ ഫൗണ്ട് അറ്റ് ദ ഫ്ലോർ ഓഫ് ബക്കൽ കാവിറ്റി. നമ്മുടെ ബക്കൽ കാവിറ്റിയുടെ താഴെയായിട്ട് കാണുന്ന യു ഷേപ്ഡ് ബോൺ ആണ് ഇത് ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത്. അത് കൂടാതെ ഇതും കൂടി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഇയറോസിക്കിൾസും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇയറോസിക്കിൾസിന് ടോട്ടൽ 6 ബോൺസ് ആണ് വരുന്നത്. സോ 6 ഇയറോസിക്കിൾസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഹയോയിഡ് ബോൺ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ഏതാ, സ്കളിൽ ടോട്ടൽ 22 ബോൺസ് ഉണ്ട്. അപ്പൊ 22 പ്ലസ് 7 എത്രയായി, 29 ബോൺസ് ആണുള്ളത് അല്ലെ. സോ നമ്മുടെ ഹെഡിൽ ടോട്ടൽ 29 ബോൺസ് ആണ് കാണുന്നത്. നമ്മുടെ ഈ സ്കള് നമ്മുടെ മെയിൻ സെൻട്രൽ ആക്സിസ് അല്ലേ, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം ഉണ്ടല്ലോ, ആ വെർട്ടിബ്രൽ കോളത്തിൽ
അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വെർട്ടിബ്രേന്റെ പേര് അറ്റ്ലസ് എന്നാണ്. ആ ഫസ്റ്റ് വെർട്ടിബ്രേ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. So the skull articulate with the first vertebrae, that is atlas of the vertebral column with the help of two occipital condyles. രണ്ട് occipital condyles വെച്ചിട്ടാണ് ആ വെർട്ടിബ്രൽ കോളത്തിന്റെ അറ്റ്ലസുമായിട്ട് ആര് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ സ്കള്ളിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെന്താ പറയാ? ഡൈകോണ്ടിലിക് സ്കൾ എന്നാണ് പറയാ. നമ്മുടെ സ്കള്ളിനെ ഡൈകോണ്ടിലിക് സ്കൾ എന്നാണ് പറയാ, ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ടു ഓക്സിപിറ്റൽ കോണ്ടൈൽസ്. രണ്ട് ഓക്സിപിറ്റൽ കോണ്ടൈൽസ് അവിടെ പ്രസന്റ് ആയതുകൊണ്ട്. ഇനി വെർട്ടിബ്രൽ കോളത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോംഡ് ഓഫ് 26 ബോൺസ്. 26 ബോൺസ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിലായിട്ട് കാണുന്നത്. ഈ വെർട്ടിബ്രയിൽ മാത്രം കാണുന്ന ഈ ബോൺസിന് നമുക്ക് കുറെ ടൈപ്സ് ഉണ്ട്. 5 ടൈപ്സ് ബോൺസ് ആണ് അവിടെ കാണുന്നത്. ഈ വെർട്ടിബ്രയില് ആദ്യത്തെ 7 വെർട്ടിബ്രേസിനെ സെർവിക്കൽ വെർട്ടിബ്രേ എന്നാണ് പറയുന്നത്. അടുത്ത 12 വെർട്ടിബ്രേസിനെ തൊറാക്സിക് വെർട്ടിബ്രേനും, അത് കഴിഞ്ഞാലുള്ള ഈ 5 വെർട്ടിബ്രേസിനെ ലംബാർ വെർട്ടിബ്രേനും, പിന്നെ ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വെർട്ടിബ്രേ ഉണ്ട്, അതിനെയാണ് സാക്രൽ അല്ലെങ്കിൽ സാക്രം എന്ന് പറയും. ഓക്കെ, ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വെർട്ടിബ്രേ ഉണ്ട്, അതാണ് സാക്രം എന്ന് പറയുന്നത്. അതിന് താഴെയായിട്ട് കോക്സിക്സ് ഉണ്ട് അല്ലെങ്കിൽ കോക്സിജിയൽ വെർട്ടിബ്രേ ഉണ്ടായിരിക്കും. അതും എങ്ങനെയാണ്? ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വെർട്ടിബ്രേ ആണ്. അങ്ങനെ ടോട്ടൽ 26 വെർട്ടിബ്രാസ് ആണ് നമ്മളുടെ ഹ്യൂമനിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര വെർട്ടിബ്രാസ് ഉണ്ട്? 26 വെർട്ടിബ്രാസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ആൻഡ് ദിസ് വെർട്ടിബ്രേ ഹാസ് എ സെൻട്രൽ ഹോളോ ക്യാവിറ്റി. ആ വെർട്ടിബ്രേക്ക് എന്തുണ്ടായിരിക്കും? ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഹോളോ റീജിയൻ ഉണ്ടായിരിക്കും. ഇതാണ് ആ സെൻട്രൽ ഹോളോ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഹോളോ റീജിയന്റെ പറയുന്ന പേരാണ് ന്യൂറൽ കനാൽ. ഈ ന്യൂറൽ കനാലിലൂടെയാണ് ആര് പോകുന്നത്? നമ്മളുടെ സ്പൈനൽ കോഡ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറെ വെർട്ടിബ്രാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ ഇതേപോലെ ഈ സെൻട്രൽ ക്യാവിറ്റി ഉണ്ടായിരിക്കും, അതായത് ന്യൂറൽ കനാൽ ഉണ്ടായിരിക്കും. ആ ന്യൂറൽ കനാലിലൂടെയാണ് ആര് പോകുന്നത്? നമ്മളുടെ സ്പൈനൽ കോഡ് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. So the vertebrae has a central hollow portion called neural canal through which the spinal cord passes, and cervical vertebrae is 7 in almost all mammals. Okay, and the vertebral column protects the spinal cord. നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ വെർട്ടിബ്രൽ കോളാണ്. അത് കൂടാതെ വെർട്ടിബ്രൽ കോളത്തിന്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് they support the head. അതായത് നമ്മുടെ ഹെഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. and serves as the point of attachment for the ribs and musculature of the back. ഈ വെർട്ടിബ്രേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്? സ്റ്റേർണം ആണ്. സ്റ്റേർണം അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ബോൺ എന്ന് പറയും. അത് നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് റീജിയനിൽ കാണുന്ന ബോൺ ആണ് ഇത് സ്റ്റേർണം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് ബോൺ ഓൺ ദ വെൻട്രൽ മിഡ് ലൈൻ ഓഫ് തൊറാക്സ്. നമ്മുടെ മിഡ് ലൈൻ, അതായത് തൊറാക്സിന്റെ മിഡ് ലൈൻ വെൻട്രൽ റീജിയനിൽ കാണുന്ന ഒരു ഫ്ലാറ്റ് ബോൺ ആണ് അത് ഈ പറയുന്ന സ്റ്റേർണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ എന്നാണ് അതിനെ പറയാ. പിന്നെ ഏതാണുള്ളത്? ലാസ്റ്റ് റിബ്സും കൂടി ഉണ്ട്. റിബ്സ് ടോട്ടൽ എത്ര പെയർ ഉണ്ട്? 12 പെയർ റിബ്സ് ആണുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 24 ഉണ്ടായിരിക്കും അല്ലെ. 12 പെയർ റിബ്സ് ഉണ്ടായിരിക്കും. ആ റിബ്സിൽ 3 ടൈപ്സ് റിബ്സ് ഉണ്ടായിരിക്കും. ട്രൂ റിബ്സ് ഉണ്ട്, ഫോൾസ് റിബ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് റിബ്സ് ഉണ്ട്. ട്രൂ റിബ്സ്, ഫോൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ്. ട്രൂ റിബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് സൈഡിലും, അതായത് ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്തിലേക്കായിരിക്കും? വെർട്ടിബ്രൽ കോളത്തിലേക്കായിരിക്കും. അടുത്ത ആ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത് എവിടേക്കായിരിക്കും? സ്റ്റേർണത്തിലേക്കായിരിക്കും അത് അറ്റാച്ച് ചെയ്യുന്നത്. സോ ആ ഒരു എന്താ പറയാ, ഒരു കേജ് പോലെയായിട്ട് അത് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. അപ്പൊ രണ്ട് സൈഡിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രൂ റിബ്സ് എന്ന് പറയുക. ആ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഹയാലിൻ എന്ന് പറയുന്ന കാർട്ടിലേജ് വെച്ചിട്ടാണ് അത് രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവിടെ രണ്ട് ആർട്ടിക്കുലേഷൻ സർഫസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് എന്ന് പറയുന്നത് ബൈസെഫാലിക് എന്ന് പറയുന്നത്. ട്രൂ റിബ്സ് എന്ന് പറയുമ്പോൾ that has attached to the thoracic vertebrae and ventral connection to sternum with the help of hyaline cartilage. In false ribs ആണെങ്കിൽ they do not articulate directly with the sternum but join the seventh rib with the help of hyaline cartilage. Floating ribs ആണെങ്കിൽ ഈ പറയുന്ന connections ventral connection ഉണ്ടായിരിക്കില്ല, dorsal connection മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. So that is about ribs. Okay, ഇത്രയുമാണ് നമ്മുടെ axial skeletal systemനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഈസ് ബോൺസ് ഓഫ് ഫോർ ലിംസ്. ഫോർ ലിംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫോർ ലിംസിൽ ടോട്ടൽ 30 ബോൺസ് ആണുള്ളത്. അപ്പോൾ രണ്ട് ഫോർ ലിംസിലും കൂടിയിട്ട് എത്ര ബോൺസ് ഉണ്ടായിരിക്കും? 60 ബോൺസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ദേ ഇൻക്ലൂഡ് ഹ്യൂമറസ്, റേഡിയസ് 1, അൾന 1, കാർപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസ്റ്റ് ബോൺസിനെയാണ് കാർപ്പൽ എന്ന് പറയുക. ടോട്ടൽ 8 കാർപ്പൽസ് ആണ് നമ്മുടെ ഒരു കയ്യിൽ ഉണ്ടായിരിക്കുക. മെറ്റാ കാർപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാംസിൽ കാണുന്ന ബോൺസ് ആണ്
മെറ്റാകാർപ്പൽസ് എന്ന് പറയുന്നത് ടോട്ടൽ 5 മെറ്റാകാർപ്പൽസ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്കുള്ള ഫാലഞ്ചസ്, ഈ ഫാലഞ്ചസിനെയാണ് നമ്മൾ ഡിജിറ്റ്സ് എന്ന് പറയും അല്ലെ. നമ്മുടെ ഡിജിറ്റ്സിൽ കാണുന്ന ബോൺസ് ആണ് ഇത് ഫാലഞ്ചസ് എന്ന് പറയുന്നത്. ടോട്ടൽ 14 ഫാലഞ്ചസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. സോ ഹ്യൂമറസ് ഒരെണ്ണം ഉണ്ടായിരിക്കും, റേഡിയസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അൾന ഒരെണ്ണം ഉണ്ടായിരിക്കും, പിന്നെ റിസ്റ്റിൽ കാണുന്ന കാർപ്പൽസ് 8 എണ്ണം ഉണ്ടായിരിക്കും, മെറ്റാകാർപ്പൽസ് 5 എണ്ണം ഉണ്ടായിരിക്കും, ഫാലഞ്ചസ് 14 എണ്ണം ഉണ്ടായിരിക്കും. അങ്ങനെ ടോട്ടൽ ഒരു കയ്യിൽ 30 ബോൺസ്, അങ്ങനെ രണ്ട് കയ്യിലുമായിട്ട് എത്ര ബോൺസ് ഉണ്ടായിരിക്കും? 60 ബോൺസ് ആയിരിക്കും നമ്മളുടെ ഫോർ ലിംസിൽ ഉണ്ടായിരിക്കുക. ഇനി ഹൈൻഡ് ലിംസിലും ഇതേപോലെ തന്നെ 60 ബോൺസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലാർജസ്റ്റ് ബോൺ ആണ് ഇത് തൈ ബോൺ. നമ്മുടെ തൈസിൽ കാണുന്ന ബോൺ അതിനെയാണ് ഫിമർ എന്ന് പറയും, തൈ ബോൺ അല്ലെങ്കിൽ ഫിമർ എന്ന് പറയും. അതാണ് നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് ബോൺ എന്ന് പറയുന്നത്. ആ ഫിമർ ആണ് തൈ ബോൺ, അത് ഒരെണ്ണം ഉണ്ടായിരിക്കും. പിന്നെ പെറ്റല, പെറ്റല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നീ ക്യാപ്സിനെയാണ് ഇതെന്ന് പറയുക, പെറ്റല പറയാം. ഈ കാണുന്നത് നമ്മുടെ നീസിൽ ചിരട്ട എന്ന് പറയില്ലേ, കാൽമുട്ടിന്റെ ഭാഗത്തൊരു ചിരട്ട എന്ന് നമ്മൾ പറയും അല്ലെ, അതിനെയാണ് നമ്മൾ നീ ക്യാപ്സ് എന്ന് പറയും. ആ നീ ക്യാപ്സിനെ പറയുന്ന പേരാണ് എന്ത്? പെറ്റല. അപ്പൊ രണ്ട് കാലിലുമായിട്ട് ഓരോ പെറ്റലാസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു കാലിൽ ഒരു പെറ്റല. പിന്നെ ടിബിയ, അതേപോലെ തന്നെ ഫിബുല. ടിബിയ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ലാർജസ്റ്റ് ബോൺ ആയിരിക്കും, ഫിബുല കുറച്ചും കൂടിയും നാരോ ആയിട്ടുള്ള ബോൺ ആയിരിക്കും, അത് ഓരോന്നുണ്ടായിരിക്കും. ഇനി ടാർസൽസ്, ടാർസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബോൺസ് ആണ്. നമ്മുടെ കാലിന്റെ ആംഗിൾ ബോൺസിനെയാണ് എന്തെന്ന് പറയുക? ടാർസൽസ് എന്ന് പറയുക. പക്ഷെ അത് 7 എണ്ണേ ഉള്ളൂ. പക്ഷെ മെറ്റാടാർസൽസ് 5 എണ്ണം ആയിരിക്കും. ഡിജിറ്റ്സ് നമ്മൾ കയ്യിലുള്ളത് പോലെ തന്നെ 14 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഒരു കാലിലെ ബോൺസ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ ആ ഡിജിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡിജിറ്റ്സ് മറ്റെല്ലാ ബോൺസും നോക്കുകയാണെങ്കിൽ ഒരു കാലിൽ 30 ബോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ട് കാലിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര ബോൺസ് ഉണ്ടായിരിക്കും? 60 ബോൺസ് ഉണ്ടായിരിക്കും. സോ നമ്മളുടെ ലിംസിൽ, ഫോർ ലിംസിലും ഹൈൻഡ് ലിംസിലും മാത്രമായിട്ട് 60 + 60 എത്ര ബോൺസ് ഉണ്ടായിരിക്കും? 120 ബോൺസ് ആണ് നമ്മളുടെ ഫോർ ലിംസിലും ഹൈൻഡ് ലിംസിലും ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. സോ ഇതാണ് ലിംസിലെ ബോൺ. ഇനി ഗേർഡിൽസും കൂടി ഉണ്ട് അല്ലെ. പെക്ടറൽ ഗേർഡിൽസും ഉണ്ട്, പെൽവിക് ഗേർഡിൽസും ഉണ്ട്. പെക്ടറൽ ഗേർഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റീജിയനിൽ കാണുന്ന ഗേർഡിൽസ് ആണ് പെക്ടറൽ ഗേർഡിൽസ്. ഷോൾഡർ റീജിയനിൽ കാണുന്നത് പെക്ടറൽ ഗേർഡിൽസ്, പെൽവിക് റീജിയനിൽ കാണുന്നതാണ് pelvic girdles എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് പെക്ടറൽ ഗേർഡിൽസ് കൺസിസ്റ്റ് ഓഫ് ടോട്ടൽ 4 ബോൺസ്. അതായത് രണ്ട് സൈഡിലുമായിട്ട് 2 ഗേർഡിൽസ്. അതായത് ഈ പെക്ടറൽ ഗേർഡിൽ ഫോം ചെയ്തിട്ട് ക്ലാവിക്കിളും അതേപോലെ തന്നെ സ്കാപ്പുല എന്ന് പറയുന്ന 2 ബോൺസ് ആയിട്ടാണ്. ക്ലാവിക്കിൾ എന്ന് പറയുന്ന വേറൊരു പേരാണ് കോളാർ ബോൺ. അപ്പൊ ഈ ഒരു സൈഡിൽ ഒരു കോളാർ ബോൺ ഉണ്ടായിരിക്കും, ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ടായിരിക്കും? വേറൊരു കോളാർ ബോൺ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു സൈഡിൽ ഒരു കോളാർ ബോൺ ഉണ്ട്, മറ്റേ സൈഡിൽ മറ്റേ കോളാർ ബോൺ ഉണ്ട്. അതേപോലെ തന്നെ സ്കാപ്പുല എന്ന് പറഞ്ഞിട്ട് വേറൊരു ബോൺ, അത് നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ബോൺ ആണ് ഇത് സ്കാപ്പുല എന്ന് പറയുന്ന ബോൺ. അതൊരു ലാർജ് ട്രയാങ്കുലർ ബോൺ ആണ് ഇത് ഈ സ്കാപ്പുല എന്ന് പറയുന്ന ബോൺ. അത് നമ്മുടെ സെക്കൻഡ് തൊറാക്സിന്റെയും അതേപോലെ തന്നെ 7th തൊറാക്സിന്റെയും ഇടയിലായിട്ടാണ് ഏത് കാണുന്നത്? ഈ സ്കാപ്പുല എന്ന് പറയുന്ന ബോൺ കാണുന്നത്. സോ പെക്ടറൽ ഗേർഡ്സിൽ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ടോട്ടൽ 4 ബോൺസ് ഉണ്ടായിരിക്കും. ആൻഡ് ദാറ്റ് ആർ ഫോംഡ് ഓഫ് clavicle and scapula. Clavicle is otherwise known as collar bone and scapula is otherwise known as shoulder blade. Shoulder blade എന്നാണ് ഈ കാണുന്ന ലാർജ് ട്രയാങ്കുലർ ആയിട്ട് ഈ കാണുന്ന ബോൺ ആണ് ഇത് സ്കാപ്പുല എന്ന് പറയുന്നത്. ആൻഡ് സ്കാപ്പുല is a large triangular flat bone situated in the dorsal part of a thorax between 2nd and 7th ribs. 2nd ribsന്റെയും 7th ribsന്റെയും ഇടയിലായിട്ടാണ് അല്ലെങ്കിൽ ആ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആരെ കാണുന്നത്? ഈ ലാർജ് സ്കാപ്പുലേനെ കാണുന്നത്. ഈ സ്കാപ്പിലേക്ക് കുറച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു റിഡ്ജ് ഉണ്ടായിരിക്കും, ഈ ഒരു ഭാഗം അല്ലെ, കുറച്ച് പൊന്തിയിട്ടുള്ള ഒരു റിഡ്ജ് ഉണ്ട്, അതിനെയാണ് സ്പൈൻ എന്ന് പറയും. ആ സ്പൈന് കുറച്ചും കൂടി പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് എക്സ്പാൻഡഡ് റീജിയൻ ഉണ്ടായിരിക്കും ഈ ഒരു ഭാഗം. ഇതില് ഒരു ചെറിയൊരു എന്താ പറയാ പ്രൊജക്ഷൻ ഉണ്ട്, അതിനെയാണ് എക്രോമിയോൺ എന്ന് പറയാം. സോ ആ ഒരു ഫ്ലാറ്റ് പ്രൊജക്ഷൻ അല്ലെ, എക്സ്പാൻഡഡ് അതിന്റെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാ? എക്രോമിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭാഗമാണ് എന്ത്? എക്രോമിയോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെയാണ് നമ്മുടെ ക്ലാവിക്കിൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഈ എക്രോമിയോൺ എന്ന് പറയുന്ന റീജിയനിലാണ് ആരെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലാവിക്കിള് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ആ എക്രോമിയോണിന്റെ താഴെയായിട്ട് ചെറിയൊരു കുഴി പോലെയുള്ള ഒരു ഭാഗം ഉണ്ടായിരിക്കും, ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടായിരിക്കും ഈ ഭാഗം. ഓക്കെ, ഈ ക്യാവിറ്റിനെയാണ് ഗ്ലിനോയിഡ് ക്യാവിറ്റി എന്ന് പറയാം. ഈ ഗ്ലിനോയിഡ് ക്യാവിറ്റിയിലാണ് നമ്മളുടെ ഫോർ ലിംബിന്റെ മെയിൻ ബോൺ ആയിട്ടുള്ള ഏത്? ഹ്യൂമറസ്. ആ ഹ്യൂമറസിന്റെ ബോൾ പോലെയുള്ള റീജിയൻ എന്ത് ചെയ്യുന്നത്? ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോ below the acromion is a depression called glenoid cavity which articulates with the head of humerus to form the shoulder joint. അങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ ജോയിന്റ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പെക്ടറൽ ഗേർഡിൽ. ഇനി പെൽവിക് ഗേർഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ രണ്ട് സൈഡിലായിട്ട് 2 ബോൺസ് ഉണ്ടായിരിക്കും
ഓക്കെ. അപ്പോൾ ഈ പെൽവിക് ഗേർഡിൽ ഫോം ചെയ്തിട്ടുള്ളത് രണ്ട് കോക്സൽ ബോൺസ് ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമ്മളുടെ പെൽവിക് ഗേർഡിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഒരു പെൽവിക് ഗേർഡിൽ, മറ്റേ സൈഡിൽ വേറെ ഒരെണ്ണം, അങ്ങനെ രണ്ട് കോക്സൽ ബോൺസ് ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഈ പെൽവിക് ഗേർഡിൽസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈച്ച് കോക്സൽ ബോൺ ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് 3 ബോൺസ്. 3 ബോൺസ് ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഓരോ കോക്സൽ ബോൺസും ഫോം ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ്. ഇലിയം ഉണ്ടായിരിക്കും, ഇഷ്യം ഉണ്ടായിരിക്കും, പ്യൂബിസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ 3 ബോൺസ് ചേർന്നിട്ടാണ് ഒരു കോക്സൽ ബോൺ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ മൂന്ന് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഫ്യൂസ് ചെയ്തിട്ടാണ് രണ്ട് കോക്സൽ ബോൺസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇനി ആൻഡ് അറ്റ് ദ പോയിന്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഇലിയം, ഇഷ്യം ആൻഡ് പ്യൂബിസ് ദർ ഇസ് എ ക്യാവിറ്റി. അതിന്റെ പോയിന്റ് ഓഫ് ഫ്യൂഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതാണ് ആ പോയിന്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്യാവിറ്റി കാണാൻ പറ്റും. ആ ക്യാവിറ്റിനെയാണ് എന്തെന്ന് പറയാ, അസെറ്റാബുലം എന്ന് പറയാം. ആ ക്യാവിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, അസെറ്റാബുലം എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഒരു പോയിന്റ് ഓഫ് ഫ്യൂഷനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ക്യാവിറ്റി കാണാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ക്യാവിറ്റി ഈസ് നോൺ ആസ് അസെറ്റാബുലം ടു വിച്ച് ദ തൈ ബോൺസ് ആർട്ടിക്കുലേറ്റ്. ആ അസെറ്റാബുലം എന്ന് പറയുന്ന റീജിയനിലാണ് ആര് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ തൈ ബോൺ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ബോൺ ആയിട്ടുള്ള ഫിമർ എന്ന് പറയുന്ന തൈ ബോൺ എന്ത് ചെയ്യുന്നത്, ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ 2 halves ഓഫ് ദ പെൽവിക് ഗേർഡിൽ മീറ്റ്സ് വെൻട്രലി ടു ഫോം ദ പ്യൂബിക് സിംഫസിസ്. അതായത് ഈ വെൻട്രൽ സൈഡിലായിട്ട് ഈ രണ്ട് ബോൺസും കോക്സൽ ബോൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കി നോക്ക്, ഈ രണ്ട് ബോൺസും ഈ ഒരു റീജിയനിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്യും. ആ റീജിയനെയാണ് എന്തെന്ന് പറയാ, പ്യൂബിക് സിംഫസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്യൂബിക് സിംഫസൈസിസ് ദാറ്റ് കണ്ടെയ്ൻ ഫൈബ്രസ് കാർട്ടിലേജ്. അത് എന്ത് വെച്ചിട്ടാണ് ഫ്യൂസ് ചെയ്തിട്ടുള്ളത്, ഫൈബ്രസ് കാർട്ടിലേജ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് അബൌട്ട് പെൽവിക് ഗേർഡിൽസ്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ഗേർഡിൽസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി ജോയിൻസ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് ബോൺസ് തമ്മിൽ ചേരുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ജോയിൻസ് എന്ന് പറയാം അല്ലെ. സോ ജോയിൻസ് ആർ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബോൺസ് ഓർ ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ബോൺസ്, രണ്ട് ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബോൺസും കാർട്ടിലേജും തമ്മിൽ ഫ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ജോയിൻസ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് ജോയിൻസ് ആണുള്ളത്. ഒന്ന് ഫൈബ്രസ് ജോയിന്റ്, 2 കാർട്ടിലേജിനസ് ജോയിന്റ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്. ഇതിൽ ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയുന്നത് ഇമ്മൂവബിൾ ജോയിന്റ്സ് ആണ്, അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. കാർട്ടിലേജസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി മൂവബിൾ ആയിരിക്കും. പക്ഷെ സൈനോവിയൽ ജോയിന്റ്സ് എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് സൈനോവിയൽ ജോയിന്റ്സ്. സോ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കള്ളിലുള്ള ബോൺസ് ഉണ്ടല്ലോ, ആ ബോൺസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഫൈബ്രസ് ജോയിന്റ് വെച്ചിട്ടാണ്. സോ ദാറ്റ് ഈസ് ഇമ്മൂവബിൾ ജോയിന്റ്സ്. എക്സാമ്പിൾ സ്ട്രാച്ചേഴ്സ് ബിറ്റ്വീൻ ഫ്ലാറ്റ് സ്കൾ ബോൺസ്. നമ്മുടെ സ്കൾ ബോൺസിന് ഇടയിലുള്ള ജോയിന്റ് ആണ് ഏത്, ഫൈബ്രസ് ജോയിന്റ്. ആ സ്കൾ ബോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, മൂവ് ചെയ്യിക്കാൻ പറ്റുമോ, ഇല്ല. സോ ആ ജോയിന്റ്സിനെ ഫൈബ്രസ് ജോയിന്റ് എന്ന് പറയും. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈറ്റ്ലി മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് ആര്, കാർട്ടിലേജിനസ് ജോയിന്റ്സ്. ഹിയർ എക്സാമ്പിൾസ് പറയുന്നത് ദ ബോൺസ് ആർ ജോയിൻ ടുഗെദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജിനസ് ജോയിന്റ്സിൽ അവിടെ ബോൺസ് എന്ത് വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, കാർട്ടിലേജ് വെച്ചിട്ടായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോയിൻസ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് വെർട്ടിബ്രേ. 2 വെർട്ടിബ്രേസിന് ഇടയിലുള്ള ജോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, കാർട്ടിലേജിനസ് ജോയിൻസ് എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കാർട്ടിലേജിനസ് ജോയിന്റ്. ഇനി സൈനോവിയൽ ജോയിൻസ് ഉണ്ട്. സൈനോവിയൽ ജോയിൻസ് എങ്ങനെയുള്ള ജോയിൻസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞത്, അവർ മൂവബിൾ ആയിട്ടുള്ള ജോയിൻസ് ആണ്, നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോയിൻസ് ആണ് ആര്, സൈനോവിയൽ ജോയിൻസ്. ഈ ജോയിൻസിനെ സറൗണ്ട് ചെയ്തിട്ട് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇതിനെ സൈനോവിയൽ ജോയിൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്ലൂയിഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഫ്രിക്ഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. മാത്രമല്ല നമ്മൾ ആ എല്ലുകൾ ഇങ്ങനെ ഒറിഞ്ഞുണ്ടാവുന്ന ആ തേയ്മാനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുക, ഈ ജോയിൻസ് ആണ്, സോറി ഈ ഫ്ലൂയിഡ് ആണ്, സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. സോ സൈനോവിയൽ ജോയിൻസ് ആർ മൂവബിൾ ജോയിൻസ് ആൻഡ് ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ് കോൾഡ് സൈനോവിയൽ ക്യാവിറ്റി ബിറ്റ്വീൻ ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഓഫ് ദ 2 ബോൺസ് അല്ലെ. ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സൈനോവിയൽ ക്യാവിറ്റി ഉണ്ടായിരിക്കും. ഇതാണ് സൈനോവിയൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ടായിരിക്കും, സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടായിരിക്കും. അവിടെയാണ് 2 ബോൺസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക, ജോയിൻ ചെയ്യുന്നുണ്ടാവുക. ഈ സൈനോവിയൽ ജോയിൻസിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നമ്മളുടെ ഷോൾഡേഴ്സിലും അതേപോലെ തന്നെ ഹിപ്പിലും കാണുന്ന ജോയിന്റ് ആണ് ഇത്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അതേപോലെ തന്നെ ഹിഞ്ച് ജോയിന്റ്, നമ്മുടെ നീസിലും അതേപോലെ തന്നെ നീസിലും എൽബോസിലും കാണുന്ന ജോയിന്റ്സ് ആണ് ഇത്, ഈ പറയുന്ന ഹിഞ്ച് ജോയിന്റ്. 1 സൈഡ് മൂവ്മെന്റ് മാത്രമേ അവിടെ പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ നമുക്ക് കയ്യിനെ ഇങ്ങനെ മടക്കാനല്ലേ പറ്റുള്ളൂ, തിരിച്ചു മടക്കാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഒരു ഹിഞ്ച് പോലെയായിട്ട് നമ്മൾ ഈ ജനലിന്റെ ഒക്കെ വിജാഗിരി പറയില്ലേ, അതേപോലെയുള്ള ജോയിന്റ്സിനെയാണ് എന്തെന്ന് പറയാ, ഹിഞ്ച് ജോയിന്റ് എന്ന് പറയാം.
ആൻഡ് പിവറ്റ് ജോയിന്റ് ഇസ് ദ പിവറ്റ് ജോയിന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ്. എന്താണ് നമ്മുടെ ഫസ്റ്റ് വെർട്ടിബ്രേനെയാണ് എന്തെന്ന് പറയുക, അറ്റ്ലസ് എന്ന് പറയുക. ആ അറ്റ്ലസും ആക്സിസും തമ്മിലുള്ള ആ ജോയിന്റിൽ കാണുന്ന, അതായത് നമ്മുടെ കഴുത്തിൽ കാണുന്ന ആ ജോയിന്റ് ആണ് ഇത് പിവറ്റ് ജോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ജോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഏത് ജോയിന്റിന്റെ, പിവറ്റ് ജോയിന്റിന്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഗ്ലൈഡിംഗ് ജോയിന്റ്സ് ഉണ്ട്, അതായത് നമ്മുടെ കാർപ്പൽസ് ഉണ്ടല്ലോ, ഈ കാർപ്പൽസിൽ കാണുന്ന ജോയിന്റ് ആണ്, അതേപോലെ തന്നെ ടാർസൽസിലും കാണുന്ന ജോയിന്റ്സ് ആണ് ഇത് ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തെന്നി നീങ്ങും അല്ലെ, അങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്നത് കാരണമാണ് അതിനെ ഗ്ലൈഡിംഗ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ജോയിന്റും കൂടി ഉണ്ട്, ദാറ്റ് ഇസ് സാഡിൽ ജോയിന്റ്, ആൻഡ് ദാറ്റ് ഇസ് ദ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. നമ്മളുടെ മെറ്റാകാർപ്പൽ തമ്പ് ഇതാണ് നമ്മുടെ തംസ് എന്ന് പറയുന്നത് അല്ലെ. ആ തമ്പിന്റെ കാർപ്പലും മെറ്റാകാർപ്പലിനും ഇടയിൽ കാണുന്ന ജോയിന്റ് ആണ് ഇത് സാഡിൽ ജോയിന്റ്. ഒരു അമ്പിളിമാവിന്റെ പകുതി പോലെ അല്ലെ, ഒരു വളഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഷേപ്പിനെയാണ് എന്തെന്ന് പറയാ, സാഡിൽ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഈ കുതിരയുടെ മുകളിൽ ഉണ്ടായിരിക്കില്ലേ ഒരു സാധനം നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതിനെയാണ് സാഡിൽ എന്ന് പറയുക. ആ സാഡിൽ പോലെയുള്ള ജോയിന്റിനെയാണ് എന്തെന്ന് പറയാ, സാഡിൽ ജോയിന്റ് എന്ന് പറയാം. സോ ദീസ് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് പ്രസന്റ് ഇൻ അവർ ബോഡി. And the last topic is disorders of muscular and skeletal system. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈസ്തേനിയ ഗ്രാവിസ്. ഈ മൈസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളുടെ തന്നെ സെൽസിനെ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ മൈസ്തേനിയ ഗ്രാവിസ് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആൻഡ് ഇറ്റ് അഫക്ട്സ് അവർ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസിനെയാണ് അത് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസ് അല്ലെങ്കിൽ സ്കെലിറ്റൽ മസിൽസ് ഒക്കെ എന്താവും, വീക്ക് ആവും. അതേപോലെ തന്നെ പെട്ടെന്ന് തളർച്ച പോലെ വരും, പിന്നെ പാരലൈസ്ഡ് ആയിട്ട് പോകും. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇത് മൈസ്തേനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് പാരലൈസ് ആവുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ ഉണ്ടാവുന്നത്, ഈ മൈസ്തേനിയ ഗ്രാവിസ് വരുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അത് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനെയാണ് എന്ത് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ മസിൽസിനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഡിസോർഡർ ആണ് ഇത് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മസിൽസ് എന്ത് ചെയ്യും, ഡീജനറേറ്റ് ചെയ്ത് പോകും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ മസിൽസ് ഇങ്ങനെ നാരോ ആയിട്ട് അല്ലെങ്കിൽ ലീൻ ചെയ്തിട്ട് വരിക. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇത് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയാം. സോ മസ്കുലാർ ഡിസ്ട്രോഫി ഈസ് ദ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് അവർ സ്കെലിറ്റൽ മസിൽസ്. നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് ഡീജനറേറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു കണ്ടീഷനാണ് ഇത് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു എ ജനറ്റിക് ഡിസോർഡർ. അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ് ഇത് ഈ പറയുന്ന മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടെറ്റനി, ഇതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ടെറ്റനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റാപ്പിഡ് സ്പാസം ഇൻ ദ മസിൽ ഡ്യൂ ടു ദ ലോ കാൽഷ്യം അയോൺസ്. അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യത്തിന്റെ എമൗണ്ട് കുറയുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ മസിൽസ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യും അല്ലെ. സോ അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇത് ടെറ്റനി എന്ന് പറയുന്നത്. So what is tetany? It is the rapid spasm in the muscles due to low calcium 2+, അതായത് കാൽഷ്യം അയോൺസ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യം അയോൺസ് കുറയുന്നതുകൊണ്ടുള്ളതാണ് ടെറ്റനി എന്ന് പറയുന്നത്. ഇനി ആർത്രൈറ്റിസ്, നമ്മൾ ഇതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പെട്ടെന്ന് മനസ്സിലാവും. വാദം നമ്മൾ പറയും, സന്ധിവാദം അല്ലെങ്കിൽ ജോയിൻസിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് ഇത് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് അവർ ജോയിൻസ്. നമ്മുടെ ജോയിൻസിൽ എന്ത് വരും, നീര് വരും അല്ലെ, ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുക. അതാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ആർത്രൈറ്റിസിൽ തന്നെ പല കേസസ് ഉണ്ടായിരിക്കും. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് ഓസ്റ്റിയോപോറസിസ്. ഓസ്റ്റിയോപോറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് ഇത് ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ബോൺസിലെ കാൽഷ്യത്തിന്റെ അളവ് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോൺ മാസ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും അല്ലെ. അപ്പൊ ബോൺസ് പെട്ടെന്ന് എന്ത് ചെയ്യാം, പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. സോ ഇൻക്രീസ് ചാൻസ് ഓഫ് ഫ്രാക്ചേഴ്സ് ആർ ദർ ഇൻ ദ കേസ് ഓഫ് ഓസ്റ്റിയോപോറസിസ്. അപ്പൊ ഏജ് റിലേറ്റഡ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. കൂടുതലും ഫീമെയിൽസിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈസ്ട്രജന്റെ ഒക്കെ ലെവല് കൂടുതലായിട്ട് കുറയുമ്പോൾ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന ഓസ്റ്റിയോപോറസിസ് നമുക്ക് കാണാൻ സാധിക്കും. So that is osteoporosis. It's a age-related disorder and that is characterized by decreased bone mass and increased chance of fracture. അപ്പോൾ അതിന്റെ റിസൾട്ട് ഇതാണ് നമ്മുടെ നോർമൽ ബോൺ മാട്രിക്സ് എങ്കിൽ ഓസ്റ്റിയോപോറസിസ് വന്ന ആൾക്കാരിൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ ബോൺസിന്റെ കണ്ടീഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഓസ്റ്റിയോപോറസിസ്. ആൻഡ് ദ ലാസ്റ്റ് ഡിസീസ് ഈസ് ഗൗട്ട്.
Gut എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the inflammation in our joints. നമ്മുടെ jointsൽ എന്തുണ്ടാവും? Inflammation ഉണ്ടായിരിക്കും due to the deposition of uric acid. അതായത് നമ്മുടെ jointsൽ uric acid deposit ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് ഇത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് gout എന്ന് പറയുന്നത്. So it is the inflammation of our joints due to the accumulation of uric acid crystals. So ഭയങ്കര പെയിൻ ആയിരിക്കും ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടായിരിക്കും. So these are the disorders of our muscular and skeletal system. So ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.